നമസ്കാരം, വിജയഗാഥയിലേക്ക് സ്വാഗതം. ഒരു കുഞ്ഞിക്കാലിന് വേണ്ടി ആയുർവേദവും പാരമ്പര്യ ചികിത്സകളും അതിലേറെ അനുഗ്രഹങ്ങളും നിറയുന്ന നിരവധി സന്ദർഭങ്ങൾ നമ്മുടെ പുരാണത്തിൽ പോലും പറയുന്നുണ്ട്. ശ്രീരാമൻ നായകനായ രാമായണം തുടങ്ങുന്നത് പുത്രകാമേഷ്ടിയുടെ അനുഗ്രഹത്താലാണ്. ചരിത്രവും തലമുറകളും നീളുമ്പോൾ ഇവിടെ ഇപ്പോഴും ചില അനുഗ്രഹങ്ങൾ ബാക്കിയാണ്. ഒരു കുഞ്ഞിക്കാലിന് വേണ്ടി മരുന്നും പ്രാർത്ഥനയുമായി നടന്ന നിരവധി ദമ്പതികൾ പൊന്നൻ പൂശാരി പാരമ്പര്യ വന്ധ്യതാ ചികിത്സാലയത്തിൽ നിന്ന് ആ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുന്നു. ആലത്തൂരിൽ നിന്ന് 10 കിലോമീറ്റർ അകലെ പാടൂർ. ഇവിടെ നിന്ന് അല്പം മാറി ഗ്രാമസ്വച്ഛതയിൽ പൊന്നൻ പൂശാരി മെമ്മോറിയൽ പാരമ്പര്യ വന്ധ്യതാ ചികിത്സാലയം. പുത്രകാമേഷ്ടി യാഗത്തിൻ്റെ അനുഗ്രഹവും ഫലവും നേടി ആയിരക്കണക്കിന് ആളുകൾ തങ്ങൾക്കൊരു പിൻഗാമിയെ കണ്ടെത്തി മടങ്ങുന്ന മണ്ണ്. അനുഗ്രഹങ്ങൾ അനുഭവമാവുന്ന പാരമ്പര്യത്തിൻ്റെ ഈ ഭൂമിക ഇന്നും വന്ധ്യതയുടെ ആകുലതകൾ മാറ്റി നിരവധി സ്ത്രീജന്മങ്ങളെ സഫലമാക്കുന്നു. പുരുഷന്മാരെ ആ പേരിൻ്റെ നിറവിലാഴ്ത്തുന്നു. പൊന്നൻ പൂശാരി എന്ന എൻ്റെ മുത്തച്ഛനിൽ നിന്ന് തുടങ്ങിയ, മുത്തച്ഛൻ എന്ന് പറഞ്ഞാൽ പിതാമഹൻ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം, കുറേ തലമുറ മുമ്പുള്ളതാണ്. അവരിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള ചികിത്സാ രീതിയാണത്. മുത്തച്ഛന് കുട്ടികളില്ലാതെ സന്യാസിയിൽ നിന്നുള്ള ഉപദേശപ്രകാരം ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ ആ സന്യാസിയിൽ നിന്ന് ഞങ്ങളുടെ കുടുംബം ഈ 9ാം തലമുറയിലേക്കും എത്തി നിൽക്കുന്നതും ആ ഒരു ഔഷധത്തിൻ്റെ ഗുണം കൊണ്ട് തന്നെയാണ്. ആ ഔഷധം മറ്റുള്ളവർക്കും നൽകി ആ സന്തോഷത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നു. പാരമ്പര്യ രീതികളുടെ തനിമയും നന്മയും ചോരാതെ 9ാം തലമുറയിലേക്ക് നീളുന്ന സാധനയിൽ ഇങ്ങേയറ്റത്ത് നിഷികാന്ത്. സ്വന്തം തലമുറയിലെ കാരണവരായിരിക്കുന്ന പൊന്നൻ പൂശാരിയെ നമിക്കാതെ, ഓർക്കാതെ ഒരു നിമിഷം പോലും ഇവിടെ കടന്നു പോകുന്നില്ല. കാരണം ദൈവാനുഗ്രഹത്തിൻ്റെ പുണ്യം പകർന്ന് സ്വന്തം തലമുറയെ നിലനിർത്തിയതും നിരവധി തലമുറകൾക്ക് ഉയിരേകിയതും ആ ആചാര്യനാണല്ലോ. വീട്ടുവളപ്പിലെ പൊന്നൻ പൂശാരിയുടെ സമാധി സ്ഥലം ഇന്നും നല്ല രീതിയിൽ പരിപാലിക്കപ്പെടുന്നു. പൂജയും വിളക്കും ഒന്നിനും ഒരു മുടക്കവുമില്ലാതെ തുടരുന്നു. ഇത് ഞങ്ങളുടെ 9 തലമുറ മുമ്പുള്ള പൊന്നൻ പൂശാരി എന്ന ഞങ്ങളുടെ പിതാമഹൻ്റെ സമാധിയാണ്. ഇദ്ദേഹത്തിൽ നിന്നാണ് ഞങ്ങളുടെ ഈ പാരമ്പര്യ ചികിത്സ ഉടലെടുത്തത്. 9 തലമുറ മുമ്പ് ജീവിച്ചിരുന്ന ഇദ്ദേഹത്തിന് കിട്ടിയ ഒരു സന്യാസിയിൽ നിന്ന് കിട്ടിയ ഉപദേശപ്രകാരമാണ് ഈ മരുന്നിൻ്റെ ഉത്ഭവമെന്നും തലമുറകൾ പറഞ്ഞ് ഞങ്ങൾക്ക് അറിയാവുന്നതാണ്. ആ ഫോർമുല ഉപയോഗിച്ചുള്ള ചികിത്സാ രീതിയാണ് ഇന്ന് 9ാമത്തെ ഈ തലമുറയിലും ഞങ്ങൾ അനുവർത്തിച്ചു വരുന്നത്. 9ാം തലമുറയായി എന്നിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഏകദേശം ആയിരക്കണക്കിന് ദമ്പതികൾക്ക് ഇദ്ദേഹത്തിൻ്റെ ഈ ഔഷധത്തിലൂടെ സന്താന ഭാഗ്യം ലഭിച്ചു എന്നതുകൂടി ഞങ്ങളുടെ ഈ പാരമ്പര്യത്തിന് കിട്ടിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹവും സന്തോഷപ്രദമായ കാര്യവുമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പിതാമഹനായ പൊന്നൻ പൂശാരി എന്ന ഇദ്ദേഹത്തിന് കുഞ്ഞുങ്ങളില്ലാതെ വരികയും അദ്ദേഹത്തിന് ഒരു സന്യാസിയിൽ നിന്ന് കിട്ടിയ ഉപദേശപ്രകാരം മരുന്നുണ്ടാക്കി അത് കഴിച്ചതിന് ശേഷം പിന്നീട് തലമുറകളുണ്ടായെന്നും ആ ഔഷധം തന്നെ പൊതുജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന വിധത്തിൽ മുത്തച്ഛൻ ജനങ്ങളിലേക്ക് ആ ഔഷധം എത്തിക്കുകയും വന്ധ്യതാ രോഗത്തിന് നിവാരണമായ ഈ ഔഷധം ഇന്നത്തെ ഈ കാലഘട്ടത്തിലേക്ക് എത്താനും കാരണമായി. പൊന്നൻ പൂശാരി എന്ന ഞങ്ങളുടെ പിതാമഹനായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് നിലനിർത്തുന്നതിന് വേണ്ടി ഈ സ്ഥാപനത്തിന് പൊന്നൻ പൂശാരി മെമ്മോറിയൽ വന്ധ്യതാ ചികിത്സാലയം എന്ന് നാമകരണം ചെയ്തു. കുട്ടികളില്ലാതെ വിഷമിച്ചും ആളുകളുടെ ചോദ്യശരങ്ങൾക്ക് മുന്നിൽ പതറിയും നിൽക്കുന്ന 100 കണക്കിന് ആളുകൾ കേട്ടറിഞ്ഞിവിടെ എത്തുന്നു. പലരും അലോപ്പതിയിൽ ലക്ഷങ്ങൾ ചിലവ് വരുന്ന IVF, ICSI തുടങ്ങിയ ചികിത്സകൾ ചെയ്ത് പരാജയപ്പെട്ടവർ. കുട്ടികളില്ലാത്ത ദുഃഖം പേറി 22 വർഷം ജീവിച്ച് വിഷമിച്ച് കഴിഞ്ഞവർ വരെ ഇന്ന് സ്വന്തം കുഞ്ഞുങ്ങളുമായി സസുഖം ജീവിക്കുന്നതിൻ്റെ അനുഭവവും സാക്ഷ്യവും പൊന്നൻ പൂശാരി വന്ധ്യതാ ചികിത്സാലയത്തിന് പറയാനുണ്ട്. രോഗികളിൽ 99% അലോപ്പതി ചികിത്സകൾ പരിപൂർണമായും പരാജയപ്പെട്ടവരാണ്. ലക്ഷങ്ങൾ ചെലവ് വരുന്ന IVFും ICSIയും
പലതവണ പരീക്ഷിച്ച് പരാജയപ്പെട്ടവരിലും ഞങ്ങളുടെ ചികിത്സ ഗുണം കാണുന്നു. 22 വർഷത്തെ വന്ധ്യത പോലും ഞങ്ങളുടെ ഈ ചികിത്സയിലൂടെ സുഖപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഞങ്ങളുടെ എൻ്റെ ഇതിൽ തന്നെ 1000-ഓളം പേർക്ക് ഞങ്ങളുടെ ചികിത്സയുടെ ഗുണം ലഭിച്ചിട്ടുണ്ടെന്ന് തെളിവുകൾ സഹിതം എനിക്ക് നിരത്താൻ കഴിയും. ഇതിൽ ഏകദേശം ആളുകളും 10 വർഷത്തിൽ മുകളിൽ ഉള്ള വന്ധ്യതാ രോഗികളാണ്. എല്ലാ ചികിത്സകളും പരിപൂർണമായും പരാജയപ്പെട്ട് ജീവിതത്തിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങൾ മാത്രം അനുഭവിച്ച് മുന്നോട്ട് പോകുന്നതിനിടയിൽ പലരിൽ നിന്നും കിട്ടിയ അറിവ് പ്രകാരമാണ് ഇവിടെ എത്തുന്ന പല രോഗികളും. ഇവിടുത്തെ ഔഷധങ്ങൾ 14 ദിവസത്തെ ചികിത്സയാണ് ആദ്യം സ്ത്രീക്ക് കൊടുക്കുന്നത്. സ്ത്രീ 14 ദിവസം ആദ്യത്തെ കഠിനമായ പഥ്യത്തിൽ കഴിക്കുന്ന മരുന്നിന് ശേഷം ഓരോ മാസവും 4 ദിവസം വീതം കഴിക്കാനുള്ള 4 മാസത്തെ ഔഷധമാണ് കൊടുക്കുന്നത്. പുരുഷനാവട്ടെ 7 ദിവസത്തെ പഥ്യത്തിന് ശേഷം 4 മാസം തുടർച്ചയായി കഴിക്കാനുള്ള ഒരു പൗഡറും ഞങ്ങൾ നൽകുന്നു. സ്ത്രീ വന്ധ്യതയുമായി ബന്ധപ്പെട്ട എല്ലാ രോഗങ്ങൾക്കും ഞങ്ങൾ കൊടുക്കുന്ന ഈ ഔഷധം പരിപൂർണമായും ഫലപ്രദമാണ്. പോളിസിസ്റ്റിക് ഓവറി ഡിസീസ് ആണെങ്കിൽ ശരി, എൻഡോമെട്രിയോസിസിൻ്റെ പ്രശ്നമാണെങ്കിൽ ശരി, വേറെ ഗർഭപാത്രത്തിലെ മറ്റുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ആർത്തവദോഷങ്ങളാണെങ്കിൽ ശരി, ഇതിനെല്ലാം ഈ ചികിത്സ സ്ത്രീ വന്ധ്യതയ്ക്കും ഫലപ്രദമാണ്. പുരുഷനാണെങ്കിൽ കൗണ്ട് കുറവ്, മോട്ടിലിറ്റി കുറവ്, ഇത്തരം പ്രശ്നങ്ങൾക്കും ഞങ്ങളുടെ ചികിത്സ പരിപൂർണമായും വിജയിക്കുന്നു. അലോപ്പതിയിൽ അസോസ്പെമിയ എന്ന് പറയുന്ന രോഗത്തിന് തീരെ കൗണ്ട് ജന്മന ഇല്ല എന്നൊക്കെയാണ് ഡോക്ടർമാർ പറയുക. ഇത്തരം രോഗങ്ങളിൽ ഞങ്ങളുടെ ഈ പാരമ്പര്യ ഔഷധം വളരെയധികം ഫലപ്രദമാണെന്ന് ഞങ്ങളുടെ ഇതുവരെയുള്ള ചികിത്സാ രീതികൾ തെളിയിക്കുന്നു. വെറുതെ ആരെയെങ്കിലും ആകർഷിക്കാൻ പറയുന്ന വാക്കുകളല്ലിത്. നിരവധി സന്തുഷ്ട കുടുംബങ്ങൾ തന്നെ ഇത് ശരിവയ്ക്കുന്നു.
വന്ധ്യതാ പരിഹാരത്തിന് പുറത്ത് ലക്ഷങ്ങൾ ചിലവാക്കേണ്ടി വരുമെങ്കിൽ ഇവിടെ അത് 2500 രൂപ മുതൽ കൂടിയാൽ 4700 രൂപ വരെ മാത്രമാണ്. ചികിത്സാ കാലാവധിക്കിടെ ഗർഭധാരണം നടന്നില്ലെങ്കിൽ സ്ത്രീകൾക്ക് തുടർന്നുള്ള ചികിത്സ സൗജന്യവുമാണ്. 4 മാസത്തെ ചികിത്സയ്ക്ക് 2500-നും 4700-നും ഉള്ളിലേ ചിലവ് വരുന്നുള്ളൂ. ഏറ്റവും കുറഞ്ഞാൽ 2500 രൂപ. അത് 4 മാസത്തേക്ക് സ്ത്രീക്കും പുരുഷനുമുള്ള ഏറ്റവും കൂടിയാൽ 4700 രൂപ. രണ്ടുപേർക്കും ചേർത്തിട്ടുള്ള ചികിത്സ ഇത്രയേ ഉള്ളൂ. സാധാരണ ഹോസ്പിറ്റലുകളാണെങ്കിൽ ഒരു സ്കാനിങ്ങിനോ അല്ലെങ്കിൽ ഇതിനോ ഈ വന്ധ്യതയ്ക്കുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും ഒരു ടെസ്റ്റിന് പോലും ഇതിനേക്കാൾ കൂടുതൽ എമൗണ്ട് വേണ്ടി വരുന്നുള്ളതാണത്. അപ്പോൾ ഇത് എത്ര സാധാരണക്കാരനാണ് ശരി, അവർക്ക് പോലും ഈ ചികിത്സ താങ്ങാൻ കഴിയും. ഇതിൻ്റെ പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാകുമെന്നതാണ് ഞങ്ങളുടെ വിശ്വാസം. അഥവാ അത് നീണ്ടുപോകാൻ സാധ്യതയുണ്ടെങ്കിൽ സ്ത്രീക്ക് സൗജന്യമായ രീതിയിൽ തന്നെ ഞങ്ങൾ ചികിത്സയ്ക്ക് ഔഷധങ്ങൾ കൊടുക്കും. കാരണം പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അവരിൽ നിന്ന് സ്ത്രീകളുടെ ചികിത്സ സൗജന്യമായിട്ടും പുരുഷന് ഒരു മാസത്തേക്ക് ആകെ 300 രൂപയുടെ ചിലവേ പിന്നെ വരുന്നുള്ളൂ. ഈ ചികിത്സാ രീതി കേരളത്തിലല്ല ഭാരതത്തിൽ എവിടെ ഇത്രയും ചിലവ് കുറഞ്ഞ ഒരു വന്ധ്യതാ ചികിത്സ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പച്ചമരുന്നുകൾ ആവശ്യത്തിന് കിട്ടാതിരിക്കുകയും കിട്ടണമെങ്കിൽ തന്നെ വൻ തുക മുടക്കേണ്ടി വരികയും ചെയ്യുമ്പോൾ ഇത്രയും കുറഞ്ഞ തുക മാത്രം വാങ്ങി എങ്ങനെ പിടിച്ചു നിൽക്കാനാവും എന്ന ചോദ്യം സ്വാഭാവികം. ഇതിനോടൊപ്പം സൗജന്യമായി ചികിത്സ നൽകുക കൂടി ചെയ്താലോ? ഇതിന് മറുപടി ഇവിടെ നിന്ന് ലഭിക്കുന്ന മരുന്നിനുണ്ട്. ആ വിശ്വാസം ഈ വാക്കുകളിലുമുണ്ട്. ഇത്രയും ചിലവ് കുറഞ്ഞ രീതിയിൽ ഈ ചികിത്സ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ്? ഇത്ര ഔഷധങ്ങളുടെ ലഭ്യതക്കുറവ് ഇതെല്ലാം ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ് പാരമ്പര്യ വൈദ്യന്മാർ. അപ്പോൾ ഈ ലെവലിൽ പോകുമ്പോൾ വൈദ്യർക്ക് എങ്ങനെ ഇതിൻ്റെ ഇത് കിട്ടുന്നു പറയാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 10 പേരെ നമ്മൾ ചികിത്സിക്കുന്നു, 6 പേർക്ക് ശരിയാവുന്നു, 4 പേർക്ക് നമ്മൾ സൗജന്യ ചികിത്സ കൊടുക്കുന്നു. പക്ഷേ ഈ ശരിയാവുന്ന 6 പേരിൽ നിന്ന് നമുക്ക് ഗിഫ്റ്റായി കിട്ടുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ഇൻകം. അത് അറിയാലോ, ഒരു കുഞ്ഞുണ്ടാവുമ്പോഴുള്ള ഒരു സന്തോഷം എന്തോ, ആ സന്തോഷത്തിൻ്റെ വ്യാപ്തി അവരുടെ നമുക്ക് തരുന്ന ഗിഫ്റ്റിലും കാണിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾക്ക് മരുന്നിൻ്റെ എന്ത് നഷ്ടങ്ങളുണ്ടെങ്കിലും ശരിയാവുന്നവരിൽ നിന്ന് കിട്ടുന്ന സന്തോഷപ്രദമായി അവർ മനസ്സറിഞ്ഞു തരുന്ന ഗിഫ്റ്റ് ഉണ്ടല്ലോ, അത് വളരെ വലുതാണെന്നാണ് ഈ ഇതിന് മൂല്യം വെച്ച് നോക്കുമ്പോൾ വളരെ വലുത് തന്നെയാണത്. ഇതിനും പുറമെയാണ് ഈ കുടുംബത്തിന് ലഭിക്കുന്ന സ്നേഹത്തിൻ്റെ വില. അതിലും ഉപരിയായി പറഞ്ഞാൽ അവരുടെ സ്നേഹം, അവരുടെ ജീവിത അവസാനം വരെ നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നു. ന്യൂ ഇയർ ആണ് ശരി, ഓണത്തിന് എല്ലാറ്റിനും അവർ നമ്മളെ ഓർക്കുന്നവരുടെ ഒരു കാർഡെങ്കിലും അയക്കുന്നു. അവരുടെ കുട്ടികളുടെ ഓരോ ചലനങ്ങളും ഓരോ സ്കൂളിൽ പോവുകയാണെങ്കിൽ ശരി, സംസാരിക്കാൻ തുടങ്ങി, കഴുകാൻ തുടങ്ങി ഒക്കെ നമ്മളോട് പറയുന്ന ആ സന്തോഷത്തോടു കൂടി പറയുന്ന ഒരു അവസ്ഥ. പിന്നെ നമ്മൾ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ എവിടെ വെച്ച് കാണുമ്പോൾ നമ്മളോട് കാണിക്കുന്ന ആ ഒരു നന്ദി, ഇതെല്ലാം നമുക്ക് ജീവിതത്തിൽ പണം കൊടുത്താലും കിട്ടാത്ത ഇതാണ്. ഇപ്പോൾ ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിലും ഓരോ ദമ്പതികളും അവർ കുഞ്ഞുങ്ങളായി വരുമ്പോൾ തരുന്ന ഓരോ അവരുടെ മധുരപലഹാരമാണ് ശരി, അവരുടെ എന്തെങ്കിലും ഗിഫ്റ്റാണ് ശരി, അത് ഏറ്റവും വലിയ പുരസ്കാരം അതാണെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഞാനും എൻ്റെ കുടുംബവും. പഥ്യത്തിൻ്റെ കാര്യത്തിൽ വളരെയേറെ ശ്രദ്ധ ആവശ്യമാണ് ഇവിടെ നിന്ന് ലഭിക്കുന്ന മരുന്ന് ഉപയോഗിക്കുമ്പോൾ. അതായത് സ്ത്രീക്ക് 14 ദിവസത്തെ ആദ്യത്തെ കോഴ്സ് മരുന്ന് കഴിക്കുമ്പോൾ അത് 2 ഭാഗങ്ങളായിട്ടാണ് സ്ത്രീക്കുള്ള 14 ദിവസത്തെ മരുന്ന്. ആദ്യത്തെ 7 ദിവസം, രണ്ടാമത്തെ 7 ദിവസം, അങ്ങനെ 14 ദിവസത്തെ ട്രീറ്റ്മെൻറ്റാണ്. ഈ ആദ്യത്തെ 7 ദിവസത്തെ മരുന്ന് കഴിക്കുന്ന സമയത്ത് 7 ദിവസം കഠിനമായ പഥ്യം പാലിച്ച് കഴിക്കേണ്ടതാണ്. 7 ദിവസം കുളിക്കാനോ മേൽക്കഴുകാനോ പറ്റില്ല. 7 ദിവസം 3 നേരവും ചൂടുള്ള കഞ്ഞിയും പപ്പടം ചുട്ടതും മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ കുടിക്കുകയാണെങ്കിൽ ചൂടുള്ള വെള്ളമോ ജീരക വെള്ളമോ അല്ലാതെ വേറെ ഒരു ഭക്ഷണ സാധനങ്ങളോ വെള്ള പാനീയങ്ങളോ ഉപയോഗിക്കാൻ പാടില്ല. 7 ദിവസം വയറിളക്കം, ലൂസ് മോഷൻ ഉണ്ടാവും. അപ്പോൾ ശാരീരികമായുള്ള ക്ഷീണം ഉണ്ടാവും. പക്ഷേ സൈഡ് എഫക്റ്റ് ഇല്ലാത്തതായതുകൊണ്ട് ആർക്കും ഈ ഔഷധം ഒന്ന് പരീക്ഷിക്കാവുന്നതിൽ വിരോധമില്ല. രണ്ടാമത്തെ 7 ദിവസത്തെ മെഡിസിൻ, ആദ്യത്തെ മരുന്നിൻ്റെ ഉദ്ദേശം ശരീരത്തിലെ കൊഴുപ്പും ഗർഭാശയ ശുദ്ധിയുമാണ് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ മരുന്ന് കൊടുക്കുന്നത് പഥ്യത്തിന് ചെറിയൊരു മാറ്റം ഉണ്ടെങ്കിലും ഭക്ഷണരീതി ഏകദേശം ഇതേപോലെ തന്നെയാണ്. കുളിക്കുന്നത് കൊണ്ടുള്ള പ്രശ്നമില്ല എന്നുള്ളത് മാത്രമേ ഈ രണ്ടാമത്തെ മരുന്നിൻ്റെ വ്യത്യാസമുള്ളൂ. പക്ഷേ ഓവുലേഷൻ നടക്കുന്നതിനും ക്വാളിറ്റിയുള്ള അണ്ടം ഉണ്ടാകുന്നതിനും ഇതിനെല്ലാം കൂടിയിട്ടാണ് സ്ത്രീക്ക് രണ്ടാമത്തെ മെഡിസിൻ കൊടുക്കുന്നത്. പിന്നെ ഓരോ മാസവും ഗർഭം ആവാത്ത അവസ്ഥയിൽ ഗർഭാശുദ്ധിക്കുള്ള മെഡിസിനാണ് ആർത്തവ സമയത്ത് കഴിക്കാനുള്ള 4 ദിവസം വീതം കൊടുക്കുന്ന 4 മാസത്തെ മരുന്ന്. ഇതാണ് പഥ്യം. ഈ പഥ്യമാണ് ജനങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുള്ളൂ. അതും 14 ദിവസത്തെ കൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല.
ഓരോ മാസവും 4 ദിവസം മരുന്ന് കഴിക്കുമ്പോൾ ആ 4 ദിവസവും അത് കഴിഞ്ഞതിന് ശേഷം വരുന്ന ഒരു ദിവസവും അങ്ങനെ 5 ദിവസം മാസം പഥ്യം പാലിക്കണം. പുരുഷന്മാർക്ക് പഥ്യത്തിലുള്ള മരുന്ന് സ്വാഭാവികമായിട്ട് അവർക്ക് ഫോളോ ചെയ്യാവുന്ന പഥ്യം തന്നെയുള്ളൂ. കാരണം ജോലിക്ക് പോകുന്നതിന് കൊണ്ട് തടസ്സങ്ങളൊന്നുമില്ല. രാത്രിയിലെ ഭക്ഷണത്തിൽ ഇറച്ചിയോ മീനോ മോരോ അങ്ങനെയുള്ളതൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് മാത്രം അവർക്ക് പുരുഷന്മാർക്കുള്ള പ്രശ്നമുള്ളൂ. തികഞ്ഞ നിഷ്ഠകളിലൂടെ പ്രകൃതി തന്നെ മരുന്നാവുമ്പോൾ പേടിക്ക് ഇടമെവിടെ? മരുന്ന് നിർമ്മാണത്തിൽ നിഷികാന്തും കുടുംബവും പുലർത്തുന്ന നിഷ്ഠയും എടുത്തു പറയേണ്ടതാണ്. ഇത് തലമുറകൾ പരീക്ഷിച്ച് ഗുണം കണ്ടിട്ടുള്ള മരുന്നാണ്. ഇത് ഞാനായിട്ടുണ്ടാക്കിയ ഇത് ബലപ്രാപ്തി എന്നുള്ള രീതിയിൽ നമ്മൾക്കിത് എന്നോ തെളിയിച്ച സംഭവങ്ങളാണല്ലോ. പക്ഷെ നമ്മൾ ചെയ്യുന്നത് ആ പരമ്പരാഗത രീതിയിൽ നിന്ന് 1% പോലും വ്യതിചരിക്കാതെ അതേ രീതിയിൽ തന്നെ നമ്മൾ ഔഷധങ്ങൾ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും റിസൾട്ട് ഉണ്ടാവാൻ കഴിയുന്നത്. ഇന്ന് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലുള്ള ചികിത്സകളേക്കാൾ പരാജയപ്പെട്ടവരും ഈ ചികിത്സയിലൂടെ ഗുണം ലഭിക്കുന്നതിൻ്റെ മെയിൻ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കാണിക്കുന്ന ഈ മരുന്നിനോട് കാണിക്കുന്ന സത്യസന്ധതയും ഇതാണ്. പാരമ്പര്യത്തിൻ്റെ മൂല്യം നഷ്ടപ്പെടാതെ, സാമ്പത്തികത്തിന് പ്രാധാന്യം കൊടുക്കാതെ, പാരമ്പര്യത്തിൻ്റെ മൂല്യം നഷ്ടപ്പെടാതെ മുന്നോട്ട് പോകുന്നതുകൊണ്ടാണ് ഇത്രയും റിസൾട്ട് ഉണ്ടാകുന്നതും കേരളത്തിലും അയൽ സംസ്ഥാനങ്ങളിലും ഞങ്ങൾക്ക് ഇത്രമാത്രം റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. പിന്നെ തീരെ പാർശ്വഫലങ്ങളില്ല. ഔഷധ സസ്യങ്ങൾ മാത്രം ഉപയോഗിച്ച് ചെയ്യുന്നു. ശുദ്ധി ചെയ്യേണ്ട ഔഷധങ്ങൾ കറക്റ്റായി ശുദ്ധി ചെയ്ത് ചെയ്യുന്നു. അതുപോലെ ഇതിൽ ഒരുപാട് ഔഷധങ്ങൾ ശുദ്ധി ചെയ്ത് ഉപയോഗിക്കുന്ന മരുന്നുകളുണ്ട്. പ്രത്യേകിച്ച് നേർവാളം, പിന്നെ ഗുൽഗുലു, ഗന്ധകം, ഇത്തരത്തിലുള്ള ഔഷധങ്ങളെല്ലാം ശുദ്ധി ചെയ്ത് തന്നെ അതിൻ്റെതായ രീതിയിൽ തന്നെ ശുദ്ധി ചെയ്തിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. വരുന്നവർക്ക് മരുന്ന് നൽകുക എന്നതല്ല ഈ ചികിത്സാലയത്തിലെ രീതി. അതുകൊണ്ട് തന്നെ വിശദമായ ആശയവിനിമയത്തിലൂടെ രോഗിക്ക് വേണ്ട മരുന്ന് നിർദ്ദേശിക്കുകയാണ് പതിവ്. അവരെ കുറിച്ച് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആർത്തവ സമയത്തുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും അതിനു മുമ്പുള്ള അവരുടെ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും എല്ലാം നമ്മൾ പൂർണ്ണമായിട്ടും ചോദിച്ച് മനസ്സിലാക്കുന്നു. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇന്നതാണ് പ്രശ്നം എന്ന് നമുക്ക് സ്വയം ഉൾക്കൊള്ളാൻ നമ്മളുടെ ഈ പാരമ്പര്യ ചികിത്സയിലൂടെ നമുക്ക് കിട്ടുന്നതാണ്. ഒരുപാട് രോഗികളെ കാണുമ്പോൾ ഇന്നതാണ് പ്രശ്നം എന്ന് പറയും. അപ്പോൾ ചിലർക്ക് ഒരു ഫുൾ കോഴ്സ് മെഡിസിൻ്റെ ആവശ്യം വരുന്നില്ല എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ അവർക്ക് ആവശ്യമുള്ളത് എന്തോ ആ മരുന്ന് മാത്രം നമ്മൾ അവർക്ക് കൊടുക്കുന്നു. 148ഓളം പച്ചമരുന്നുകൾ ആവശ്യമാണ് മരുന്ന് നിർമ്മാണത്തിന്. പലതും പ്രകൃതി കൃഷി രീതിയിൽ തന്നെ ഇവിടെ നട്ടു വളർത്തപ്പെടുന്നു. കിട്ടാത്ത മരുന്നുകൾ നെല്ലിയാമ്പതിയിലെയും അട്ടപ്പാടിയിലെയും കാടുകളിൽ നിന്ന് ആദിവാസികൾ എത്തിക്കുന്നു. ചികിത്സാ രംഗത്ത് 10 വർഷം പൂർത്തിയാക്കുന്ന നിഷികാന്തിന് സസ്യശാസ്ത്രം മനഃപ്പാടമാണ്. നീലമരി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് നീല ഉമ്മൻ 2 തരമുണ്ട്. വെള്ളയുണ്ട്. ഇത് റയറായി കാണുന്നതാണ് നീല തണ്ടുള്ള ഉമ്മൻ. ഇതൊരു വിഷസസ്യം തന്നെയാണ്. ശുദ്ധി ചെയ്തിട്ട് ഉപയോഗിച്ചാൽ ഔഷധമാകുന്നത്. ഒരു അങ്കോലം, ഇത് മെയിനായിട്ട് പേപ്പട്ടി വിഷത്തിന് ഉപയോഗിക്കുന്ന ഒരു ഔഷധമാണത്. ഇത് ഞങ്ങളുടെ മരുന്നിൻ്റെ ഒരു കൂട്ടുകൂടിയാണ്. അതുകൊണ്ടാണ് ഇതിവിടെ ഇങ്ങനെ നട്ടു വെച്ചെടുക്കുന്നത്. ഇത് പതിമുഖം എന്ന് പറയും. പതിമുഖം. ഇത് താതിരിപ്പൂ എന്ന് പറയും. താതിരി ഔഷധ സസ്യങ്ങൾ പുളിക്കാനും പെട്ടെന്ന് അതിൽ ആൽക്കഹോളിൻ്റെ അംശം ഉണ്ടാകാനും വേണ്ടിയിട്ട് അരിഷ്ടാശ്രമങ്ങളിൽ ചേർക്കുന്ന ഒരു ഔഷധമാണ് ആകദന്തി. ഇത് ശുദ്ധി ചെയ്തിട്ടാണ് ഇത് ഉപയോഗിക്കുക. ഇതും വിഷസസ്യം തന്നെയാണ്. പക്ഷെ ഇതിൻ്റെ വേര് ശുദ്ധി ചെയ്തിട്ട് വേണം ഉപയോഗിക്കുക. അതുപോലെ അതിനുള്ളിൽ ചെറുതേക്ക്, ശംഖുംകുഷി, പിന്നെ ഒരുപാട് ഔഷധ ചെടികളുണ്ട്. മുഞ്ഞ, മുക്കുറ്റി, പൂവാങ്കൂടുതല, ഒരു കടലാടി എല്ലാം അതിൻ്റെ ഉള്ളിൽ. ഇത് ചിരുവില്ലെന്ന് പറയും. ആവിൽ എന്ന് പറയുന്ന ഔഷധമാണ്. ആയുർവേദത്തിൽ ചിരുവില്ലെന്ന് പറയും. പൊന്നൻ പൂശാരിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മകനിലേക്ക്, പിന്നെ അദ്ദേഹത്തിൻ്റെ മകനിലേക്ക്, അങ്ങനെ നീണ്ട ആ പാരമ്പര്യം നിഷികാന്തിൻ്റെ അച്ഛനിലെത്തിയപ്പോൾ ഒന്ന് വഴിമാറി. അദ്ദേഹം ഈ പാരമ്പര്യ വൈദ്യത്തിൽ താല്പര്യം കാണിക്കാതെ വന്നപ്പോൾ ചുമതല മുത്തശ്ശിയിലായി. മുത്തശ്ശിയിൽ നിന്ന് അമ്മ ചന്ദ്രികയിലേക്ക്. ഇന്ന് 40 വർഷത്തെ അനുഭവജ്ഞാനമുണ്ട് നിഷികാന്തിൻ്റെ അമ്മ ചന്ദ്രികയ്ക്ക്. 9 തലമുറയായിട്ട് ഓരോ തലമുറയും ഈ വൈദ്യവൃത്തിയിലൂടെ തന്നെയാണ് മുന്നോട്ട് പോയിരുന്നത്. മുത്തശ്ശന് ശേഷം അത് മുത്തശ്ശിയിലേക്ക് വന്നു. അച്ഛൻ ഈ പാരമ്പര്യ വൈദ്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താത്തത് കൊണ്ട് അത് മുത്തശ്ശിയിലേക്കും, മുത്തശ്ശിയിൽ നിന്ന് അമ്മയിലേക്കും, അമ്മയിൽ നിന്ന് എന്നിലേക്കും ഈ ചികിത്സാ രീതി കടന്നു വന്നു. ഇപ്പോൾ ഞാൻ ഇത് സ്വതന്ത്രമായി ചികിത്സ ചെയ്യുകയാണെങ്കിൽ 10 വർഷത്തോളമായി. ഈ പാരമ്പര്യ ചികിത്സ ഞാൻ നേരിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് 10 വർഷത്തോളമായി. അമ്മയ്ക്കാണെങ്കിൽ 40 വർഷത്തോളമുള്ള എക്സ്പീരിയൻസ് ഉണ്ട് ഈ ചികിത്സയിൽ. അപ്പോൾ അമ്മയും ഞാനും ആരെങ്കിലും ഒരാൾ ഇവിടെ ഇരുന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ ആരെങ്കിലും ഒരാളില്ലെങ്കിലും എപ്പോഴും ഏത് പേഷ്യൻറ്റിന് എപ്പോൾ വന്നാലും ഇവിടെ ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നുള്ള കാര്യം ഇതാണ്. ഞായറാഴ്ചന് ശരി എല്ലാ ദിവസങ്ങളിലും
ഇവിടെ ആരെങ്കിലും ഒരാൾ സ്ഥിരമായിട്ടുണ്ടാവും ചികിത്സയ്ക്ക് വേണ്ടിയിട്ട്. പാരമ്പര്യത്തിൻ്റെ വഴികൾ മാറി നടക്കാൻ നിഷികാന്തിനായില്ല. വൈദ്യ പാരമ്പര്യവും കുടുംബത്തെക്കുറിച്ച് നാട്ടിലുള്ള പെരുമയും നിഷികാന്തിലേക്കും ആവേശിച്ചു. അതായത് ഞങ്ങളുടെ പാരമ്പര്യത്തെക്കുറിച്ച് ഞങ്ങളെക്കാൾ കൂടുതൽ ബോധമുള്ളവരാണ് പൊതുജനങ്ങളെ എന്ന് പറയാം. അപ്പോൾ ഇന്ന വീട്ടിലെ കുട്ടി അല്ലെങ്കിൽ ഇന്ന ചികിത്സാലയത്തിലെ കുട്ടി എന്നുള്ള രീതിയിൽ ഒരു റെസ്പെക്റ്റ് എല്ലാവിടെ നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ കൂടുതലായിട്ട് ഈ ചികിത്സാ രീതിയെക്കുറിച്ചും അല്ലെങ്കിൽ ഇതിലേക്ക് കൂടുതലായിട്ട് നമ്മൾക്ക് വരണം എന്നുള്ളൊരു തോന്നലുണ്ടായത് ചെറുപ്പത്തിൽ അങ്ങനെ ആയിരിക്കാം. പിന്നെ ബുദ്ധി വെച്ചതിന് ശേഷം ഈ മരുന്നിൻ്റെ കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഞാൻ ഭാഗവാക്കായതുകൊണ്ട് ഇതിൽ ഒരു 10-20 വയസ്സിന് ശേഷം സ്വതന്ത്രമായി തന്നെ ഈ ചികിത്സയിലേക്ക് പ്രവേശിക്കേണ്ട ഒരു ഘട്ടം വന്നു. ഇപ്പോൾ തോന്നുന്നു അത് ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യം കൂടിയാണ് എന്ന് എനിക്കിപ്പോൾ ബോധ്യം വന്നു തുടങ്ങി. അതേസമയം പാരമ്പര്യ വൈദ്യത്തെ 4.5 വർഷത്തെ പഠനം കൊണ്ട് വെല്ലുവിളിക്കുന്ന ആയുർവേദ ഡോക്ടർമാരുടെ രീതി തെറ്റാണെന്ന് ആൾട്ടർനേറ്റീവ് മെഡിസിനിൽ പഠനം പൂർത്തിയാക്കിയ നിഷികാന്ത് സ്വന്തം അനുഭവം കൊണ്ട് പറയുന്നു. ശരിയല്ലേ? ചരകനും ശുശ്രുതനും തുടങ്ങുന്ന ആയുർവേദ പരമ്പര ഒരു മെഡിക്കൽ കോളേജിൻ്റെയും സംഭാവനയല്ലല്ലോ. 4 വർഷമോ 4.5 വർഷമോ കൊണ്ട് BAMS പഠിച്ച ഡോക്ടർക്ക് ചികിത്സ ചെയ്യാൻ പാടുള്ളൂ എന്നും പരമ്പരാഗതമായി ചെയ്തു വരുന്ന പാരമ്പര്യ വൈദ്യന്മാർ ചികിത്സ നിർത്തണമെന്നുമാണ് ആയുർവേദ ഡോക്ടർമാർ പറയുന്നത്. ഈ 4.5 വർഷം കൊണ്ട് ആയുർവേദത്തെക്കുറിച്ച് ഒന്നും മനസ്സിലാക്കാൻ കഴിയില്ലെന്ന് ഈ സാക്ഷര കേരളത്തിലെ ഓരോ വ്യക്തിക്കും അറിയാവുന്ന കാര്യമാണ്, ഡോക്ടർമാർക്ക് അറിഞ്ഞില്ലെങ്കിൽ പോലും. ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൻ്റെ സാർംഗധര സംഹിതയുടെയോ അല്ലെങ്കിൽ സഹസ്രയോഗത്തിൻ്റെ വൈശ്യരത്നാവലിയുടെ ഏതെങ്കിലും 4 പേജ് പഠിച്ച് 4 വർഷം കൊണ്ട് പഠിച്ചത് കൊണ്ടൊന്നും ഒരു വൈദ്യവൃത്തി ചെയ്യാൻ കഴിയില്ല. ഔഷധങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ബോധവും തിരിച്ചറിവും ഉണ്ടെങ്കിലേ ഈ ചികിത്സയിലേക്ക് ശോഭിക്കാൻ കഴിയുള്ളൂ. ഔഷധ സസ്യങ്ങളെക്കുറിച്ച് ഡോക്ടർമാർക്ക് പ്രത്യേകിച്ച് അറിവുകളൊന്നുമില്ല. അത് തയ്യാറാക്കുന്ന രീതിയെക്കുറിച്ച് അവർക്കറിയില്ല. അവർക്കറിയാവുന്നത് ബോട്ടിലിൽ വരുന്ന സ്റ്റിക്കറിൻ്റെ പേര് വായിച്ച് ഇന്ന ഔഷധം ഇന്ന രോഗങ്ങൾക്ക് കൊടുക്കാം, ആ രീതിയാണ് ചെയ്യുന്നത്. അപ്പോൾ കമ്പനികൾ എന്ത് സീൽ വെച്ച് എങ്ങനെ കൊടുത്താലും ദ്രാക്ഷാരിഷ്ടം എന്ന് വെച്ചിട്ട് അതിൽ ദ്രാക്ഷ ഉപയോഗിച്ചില്ലെങ്കിലും അമൃതാരിഷ്ടം എന്ന് വെച്ചാൽ അമൃതം ഉപയോഗിച്ചില്ലെങ്കിലും ഇവർ കൊടുക്കും. നേരെ മറിച്ച് പാരമ്പര്യ വൈദ്യൻ എങ്ങനെയല്ല, അമൃതാരിഷ്ടം അവൻ സ്വയം ഉണ്ടാക്കുന്നു, ദ്രാക്ഷാരിഷ്ടം അവൻ സ്വയം ഉണ്ടാക്കുന്നു. അപ്പോൾ അതിൽ എന്തൊക്കെ ചേരുവകൾ ഏതൊക്കെ രീതിയിൽ ചേർത്തണം എന്നുള്ളത് ഒരു പാരമ്പര്യ വൈദ്യന്മാർ അറിയുന്ന കാര്യമാണ്. നേരെ മറിച്ച് അത് ഡോക്ടർമാർക്ക് അറിയുന്നില്ല. ഇങ്ങനെ വരുമ്പോഴാണ് വൈദ്യന് കൂടുതൽ പേഷ്യൻസും കിട്ടുന്ന അവസ്ഥയും ഡോക്ടർക്ക് ആരും പോകാത്തൊരവസ്ഥയും വരുന്നത്. ഇതിലൂടെ വന്ന ഒരു പ്രശ്നമാണ് ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന ഡോക്ടർമാരുടെ പ്രശ്നം. പാരമ്പര്യ വൈദ്യന്മാർ എല്ലാവരും ചികിത്സ ഇപ്പോൾ നിർത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ ഒഴുക്കും അവരുടെ എല്ലാ രോഗികളും ഇപ്പോൾ BAMS ഡോക്ടറുടെ തേടി പോകും എന്നുള്ളൊരു വിശ്വാസം അവർക്ക് വന്നുപെട്ടിട്ടുണ്ട്. പക്ഷേ ഇത് സാക്ഷര കേരളമാണ്. ആയുർവേദത്തിന് ബലപുഷ്ടമായിട്ടുള്ള ഒരു ഇതാണ്. 5000 വർഷം പഴക്കമുള്ള ആയുർവേദത്തെ ഈ DAM-ഉം BAMS-ഉം വരെ എത്തിച്ചത് പാരമ്പര്യ വൈദ്യനാണ്. അത് നിഷേധിക്കാൻ ഈ കേരളത്തിലെ ജനങ്ങൾ സമ്മതിക്കില്ല. ജനങ്ങളെന്നല്ല, ഇവിടുത്തെ ഗവൺമെൻറ്റിനോ കോടതിക്കോ ആർക്കും അത് നിഷേധിക്കാൻ കഴിയില്ല. 5000 വർഷം മുമ്പുള്ളത് ചരകനും ശുശ്രുതനും വാഗ്ഭടനും അതുപോലെയുള്ള ഒരുപാട് മഹർഷിമാരുടെ അറിവുകളാണ് ഈ ആയുർവേദം. അവരാരും ഈ 4.5 വർഷം കോളേജിൽ പഠിച്ചതോ അക്കാഡമിക് യോഗ്യതയുള്ള ആളുകളായിരുന്നില്ല. അവർ കണ്ടെത്തിയ ഔഷധങ്ങളാണ് ഇപ്പോൾ BAMS-കാരായിട്ടുള്ള സാധാരണ ഡോക്ടർമാരും കൊടുക്കുന്നത്. അത് തന്നെയാണ് പാരമ്പര്യ വൈദ്യൻ ഉണ്ടാക്കി കൊടുക്കുന്നത്. കമ്പനികൾ ഉണ്ടാക്കുന്നതല്ല. പാരമ്പര്യ വൈദ്യൻ മരുന്ന് പറിച്ച് അതിന് ശുദ്ധി ചെയ്യേണ്ട മരുന്നുകൾ ശുദ്ധി ചെയ്ത് അതിന് ശരിയായ രീതിയിൽ വിധിപ്രകാരം തയ്യാർ ചെയ്ത് അവർ കുപ്പിയിലാക്കി രോഗികൾക്ക് കൊടുക്കുന്നു. മറ്റേത് കമ്പനികളാണ്. ഒരു ദിവസം 1000-10,000 കണക്കിന് ബോട്ടിൽ മരുന്ന് ഔഷധങ്ങൾ ഉണ്ടാക്കുന്നതും വൈദ്യൻ 10 കുപ്പി ഉണ്ടാക്കുന്നത്, ആ 10-നും അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. അപ്പോൾ ഈ ആയുർവേദ വൈദ്യന്മാർ അവരുടേതായ രീതിയിൽ ചികിത്സിക്കാൻ വിടുക എന്നത് തന്നെയാണ് ഏറ്റവും നല്ല കാര്യവും ആയുർവേദം നിലനിൽക്കേണ്ടതും ആയുർവേദത്തിൻ്റെ നിലനിൽപ്പിന് ഏറ്റവും അനുയോജ്യം. പാരമ്പര്യ വൈദ്യന്മാർ അവരുടേതായ രീതിയിൽ ചെയ്തോട്ടെ, ആയുർവേദ ഡോക്ടർമാർ അവരുടേതായ രീതിയിൽ ചെയ്യട്ടെ. ഇതിൽ ആര് ചികിത്സിക്കണമെന്ന് തീരുമാനിക്കുന്നതിന് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുക. വൈദ്യൻ ചികിത്സിക്കണോ ഡോക്ടർ ചികിത്സിക്കണമെന്ന് അത് സാക്ഷര കേരളത്തിലെ ജനങ്ങൾ തീരുമാനിക്കട്ടെ. അതാണ് ആയുർവേദ സംഘടനയ്ക്ക് വേണ്ടി എനിക്ക് പറയാനുള്ളത്. തൻ്റെ പ്രവർത്തന മേഖലയിലെ അർപ്പണത്തിനും സാധനയ്ക്കുമായി നിരവധി പുരസ്കാരങ്ങൾ ഈ യുവ വൈദ്യരെ തേടി എത്തിക്കഴിഞ്ഞു. എനിക്ക് ആദ്യം കിട്ടിയിട്ടുള്ള അവാർഡ് എന്ന് പറഞ്ഞാൽ മഹാത്മാജിയുടെ പേരിലുള്ള ഒരു അവാർഡാണ്, ഗാന്ധി പുരസ്കാരം. മഹാത്മാഗാന്ധി പീസ് ഫൗണ്ടേഷൻ്റെ ഏറ്റവും നല്ല കേരളത്തിലെ ഫിസിഷ്യനുള്ള ഗാന്ധി പീസ് ഫൗണ്ടേഷൻ്റെ ഗാന്ധി പുരസ്കാരമാണ് ആദ്യം കിട്ടിയത്. അതിനുശേഷം
നാട്ടുവൈദ്യരത്ന പുരസ്കാരം, നവാബ് രാജേന്ദ്രൻ ഫൗണ്ടേഷൻ്റെ പ്രഥമ പുരസ്കാരമായിട്ടുള്ള നാട്ടുവൈദ്യരത്ന പുരസ്കാരത്തിന് എന്നെയാണ് തിരഞ്ഞെടുത്തത്. മൂന്നാമത് കിട്ടിയത് കലാകേരള പുരസ്കാരം. അത് പത്മശ്രീ ഭരത് മമ്മൂട്ടിയും സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ IPS ആയിരുന്ന ജീജ മാധവ ഹാരിസിംഗിനും ഒപ്പം ഈ കലാകേരള പുരസ്കാരം പങ്കുവയ്ക്കാൻ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിലെ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ്. ഇപ്പോൾ കിട്ടിയത് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ പുരസ്കാരം. ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കിയ ബീനയാണ് നിഷികാന്തിൻ്റെ ഭാര്യ. 2 മക്കൾ. അമ്മയിൽ നിന്നാണ് ഞാൻ ഈ ചികിത്സാ രീതികൾ പഠിച്ചെടുത്തത്. ഇപ്പോഴും സജീവമായിട്ട് ഈ ചികിത്സാ രംഗത്ത് തന്നെ അമ്മയുണ്ട്. രോഗികളെ ചികിത്സിക്കുന്നതും അതുപോലെ തന്നെ മരുന്നിൻ്റെ ഉണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളും അമ്മയുടെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത്. പിന്നെ ഇത് മൂത്ത മകനാണ്. പേര് അഗ്നിവേശ്. ഭവൻസ് വിദ്യാലയം ചെതലിയിൽ പഠിക്കണം. ഇത് ഭാര്യ, പേര് ബീന എന്നാണ്. പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞാണ്. പിന്നെ ഭരദ്വാജ്, 2 വയസ്സായി. ഞങ്ങളുടെ ഈ ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കെ തന്നെ 1-2 പേർ ഡോക്ടർക്ക് നന്ദി പറയാനെത്തിയത് നേരിട്ട് കണ്ടു. ഇവരെ പ്രചരണത്തിന് ഉപയോഗിക്കരുത് എന്ന നിഷികാന്തിൻ്റെ അഭ്യർത്ഥന പ്രകാരം ചിത്രീകരിച്ചതുമില്ല. മടങ്ങുമ്പോൾ മനസ്സിലുണ്ടായിരുന്നത് നമ്മുടെ സംസ്കൃതിയും അതിൻ്റെ പുണ്യങ്ങളും തന്നെയായിരുന്നു. ചികിത്സാവിധിയിൽ മരുന്ന് ഒരു മാധ്യമമാണ്. ഉത്തമമായ വിശ്വാസം അതത്രേ ഫലം തരുന്നത്. ഇവിടെ പൊന്നൻ പൂശാരി വന്ധ്യതാ നിവാരണ പാരമ്പര്യ ചികിത്സാലയത്തിൽ വിശ്വാസവും ആചാരവും കടുകിട തെറ്റാറില്ല. വലിയൊരു പുണ്യമാണ് ഈ വീടും വീട്ടുകാരും വളരെയേറെ പേർക്ക്. അത് തുടരട്ടെ. കുഞ്ഞുങ്ങൾ ദൈവങ്ങളാണെന്നാണ് പറയാറ്. ആ ദൈവിക പ്രസാദം നിറയട്ടെ. അത് മൂത്ത മകൻ്റെ പേര് അഗ്നിവേശാണ്. അഗ്നിവേശ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയുർവേദത്തിലെ ഒരു മഹർഷിയുടെ പേരാണ്. ആയുർവേദം ഇത് ചെയ്യുന്ന ഒരു മഹർഷിയുടെ പേരാണ് അഗ്നിവേശ്. അതുപോലെ തന്നെ ഭരദ്വാജ് മുനി ആയുർവേദവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പോൾ ഭാവിയിൽ അവർ ഒരു ആയുർവേദത്തിലൂടെ തന്നെ മുന്നോട്ട് വരണമെന്നുള്ള രീതിയിലാണ് നമ്മൾ ആ പേരിട്ടതും. ആ സന്യാസി വര്യന്മാരുടെ അനുഗ്രഹം അവർക്ക് ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആ പേരിട്ടത്. തലമുറകളായി തുടർന്നു വരുന്ന ഈ വന്ധ്യതാ ചികിത്സാലയത്തിലെ 9ാമത്തെ തലമുറയായി പിറക്കാൻ കഴിഞ്ഞത്, ഈ ചികിത്സയിൽ തന്നെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞതും എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. തുടർന്നുള്ള പാതയിലും ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ഈ വന്ധ്യതാ ചികിത്സാ രംഗത്ത് ശക്തമായ മുന്നേറ്റം നടത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. അത് പ്രാബല്യത്തിൽ വരുത്താൻ എനിക്ക് കഴിയും. എൻ്റെ പാരമ്പര്യത്തിന് ആ ശക്തി ഉണ്ടെങ്കിൽ അത് കഴിയുമെന്നുള്ള പൂർണ്ണ വിശ്വാസവും എൻ്റെ മനസ്സിലുണ്ട്.